ഇന്ന് രാവിലെ കടലക്കറി കഴിക്കണമെന്ന അതിയായ ആഗ്രഹവുമായാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. തലേ ദിവസമേ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മാത്രമേ നന്നായി വെന്തിട്ട് കടലക്കറി രുചികരമാവുകയുള്ളൂ എന്ന് ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ അമ്മ ഒരു ടിപ്പ് പറഞ്ഞു തന്നു. എടുത്തു വച്ചിരിക്കുന്ന കടലയിലേക്ക് വെള്ളം തിളപ്പിച്ചൊഴിച്ച് കുറച്ച് സമയം വച്ചിരുന്നാൽ മതിയെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ കടല വേവിക്കാൻ പാകത്തിനാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയാലേ കടല കഴുകി കുക്കറിലേക്ക് അങ്ങിട്ടു. കുറച്ച് ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എന്നിവയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനും അങ്ങ് വെച്ചു. കടല നന്നായി വെന്ത് വരുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ അതിലേക്ക് ചേർക്കുവാനുള്ള ചേരുവ തയ്യാറാക്കി. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം എന്നിവയിട്ട് നന്നായി അരച്ചെടുത്തു. പിന്നെ ഞാൻ എല്ലാ ആവശ്യത്തിനെന്ന് പറയുന്നത് കറിക്കെടുക്കുന്ന സാധനങ്ങളുടെ അളവനുസരിച്ച് ചേരുവയിൽ മാറ്റം വരുന്നത് കൊണ്ടാണ്. കുക്കറിലെ ആവി കളഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ടായിരുന്ന ശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കി അതൊന്ന് കുറുകി വന്നപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കടുക് വറുത്തിട്ടു. ശേഷം എടുത്തു വെച്ചിരിക്കുന്ന അപ്പത്തിലേക്ക് ഈ കുറുകുറുത്ത കറി ഒഴിച്ച് ഞാനങ്ങ് തട്ടിയിട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.